മലയാളികളെ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച പ്രിയങ്കരനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചെറുകഥ ഇവിടെ പറയാം. ഒരിക്കൽ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാൻ നേരത്താണ് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട വിവരം അദ്ദേഹം അറിയുന്നത്. ഉടനെ അദ്ദേഹം ഹോട്ടലിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു, എനിക്കൊരൽപ്പം സാവകാശം തന്ന് ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തു കൊണ്ടുവന്ന് തരാം. ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ വസ്ത്രം ഇവിടെ തന്നിട്ട് പോകും. മനസ്സോടെ ബഷീർ തൻ്റെ ഷർട്ട് ഊരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഹോട്ടൽ ഉടമസ്ഥൻ മുണ്ടും വേണമെന്നായി. ആകെ വിഷമസ്ഥിതിയിൽപ്പെട്ട ബഷീർ തന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്ന് ചുറ്റും നോക്കിയപ്പോൾ ഹോട്ടലിലുള്ളവരെല്ലാം സ്വന്തം കാര്യം നോക്കി താൻ വിവസ്ത്രനാവാൻ വേണ്ടി അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ബഷീറിന് തോന്നി. പെട്ടെന്ന് എവിടെ നിന്നോ ചെളി പുരണ്ട വസ്ത്രങ്ങളുമായി ഒരാൾ കയറി വരികയും അദ്ദേഹം ഹോട്ടൽ ഉടമസ്ഥനോട് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു ആളുടെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത്? അദ്ദേഹത്തെ അപമാനിക്കുകയാണോ വേണ്ടത്? ഇത്രയും പറഞ്ഞ് ഈ വന്ന ആൾ തൻ്റെ കയ്യിലെ ബാഗിൽ നിന്നും കുറേ പേഴ്സുകൾ എടുത്ത് ബഷീറിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ പേഴ്സ് ഏതാണെങ്കിൽ അത് നിങ്ങളെടുത്തോളൂ. തൻ്റെ പേഴ്സ് മോഷ്ടിച്ചത് ഇദ്ദേഹമാണെന്ന് ബഷീർ തിരിച്ചറിയുകയും തൻ്റെ പേഴ്സ് ആ ബാഗിൽ കാണുകയും ചെയ്തിട്ടും ബഷീർ അവിടെ നിന്നിങ്ങനെ പറഞ്ഞു, ഇതിൽ എൻ്റെ പേഴ്സില്ല.